അപ്പൊ സഭയുടെ നിയോഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലോട്ട് വരികയാണ്. അവിടെ പറയുകയാണ്, 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഭാഗം, അവർ പുരുഷാരത്തിന്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. നോക്കണം, ഇതിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു തന്റെ കൂടെയുള്ള 3 ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാനായിട്ടൊരു മലയിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ പ്രാർത്ഥനാ മലയിലേക്ക് കയറി ചെന്ന് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രൂപഭാവം മാറി തേജസ്സുള്ള യേശു ക്രിസ്തുവിനെ ഈ ശിഷ്യന്മാര് കാണുകയാണ്. ഉടനെ തന്നെ പത്രോസ് പറയുന്നു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലതാണ്. ഞാനൊരു 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനൊന്ന് പറഞ്ഞ് പത്രോസ് ഈ മലമുകളിൽ ആ അനുഭവത്തിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ശ്രദ്ധിക്കണമേ, മലമുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണെങ്കിൽ, താഴ്വര എന്ന് പറയുന്നത് വേദനകളുടെയും രോഗത്തിന്റെയും കഷ്ടതയുടെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ശിഷ്യന്മാരെന്താണ് ആഗ്രഹിച്ചത്? ഈ മലയുടെ മുകളിൽ ഇരിക്കാനാണ്. യേശു ആഗ്രഹിക്കുന്നത് വേദനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും നെടുവീർപ്പിടുന്നവരുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും അടുക്കലേക്ക് ഇറങ്ങി വരുവാനാണ് യേശു ക്രിസ്തു ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ സഭയുടെ മിഷൻ എന്താണ്? ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഗിരിശൃംഗത്തിലെ ആത്മീക അനുഭവത്തിലേക്ക് സ്ഥിരമായിരിക്കാനല്ല, മറിച്ച് താഴ്വരയിലെ ജനങ്ങളുടെ വേദന അകറ്റുവാനായി ഇറങ്ങിച്ചെല്ലുന്നതാണ് നമ്മുടെ പ്രാർത്ഥന അനുഭവങ്ങളും ഗിരിശൃംഗത്തിലെ അനുഭവങ്ങളും എന്ന് പറയുന്നത്. ഇന്ന് അനേക ആളുകൾക്ക് ഇഷ്ടം, ഇന്നെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ മലയുടെ മുകളിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നാണ്. എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഉത്തരവാദിത്വങ്ങളും ഇല്ല, വേറൊരു കാര്യവും ചെയ്യണ്ട, അവിടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധത്തിൽ നമുക്ക് സ്തോത്രം സമയങ്ങൾ ചെലവഴിക്കാനായിട്ട് കഴിയണം. പക്ഷേ ഉയരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ എന്തിനെന്നുള്ളത് അറിയാമോ? താഴ്വാരത്തിൽ വേദന അനുഭവിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, ബലഹീനതകൾ അനുഭവിക്കുന്ന ജനത്തിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടായിരിക്കണം. അതിനാണ് ദൈവം തമ്പുരാൻ സഭയെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഗിരിശൃംഗത്തിലെ ആത്മീയ അനുഭവം താഴ്വരയിലെ ജനങ്ങളുടെ വേദന അകറ്റാൻ നമുക്ക് നമ്മെ പ്രാപ്തരാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഇന്ന് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ ജോലി എന്ന് പറയുന്നത് ഭിക്ഷയാചിക്കുക. ആ മുടന്തനായ മനുഷ്യൻ വർഷങ്ങൾ കൊണ്ട് ആ ദൈവാലയത്തിന്റെ വരാന്തയിലിരുന്ന് വരുന്ന ആളുകളോട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടന്തന് ദൈവാലയത്തിനകത്ത് പ്രവേശനമില്ല. അങ്ങനെ ദൈവാലയത്തിന് പുറത്തു കിടക്കുന്ന, ആരാലും സഹായിക്കാനില്ലാത്ത ഈ മനുഷ്യന്റെ നിലവിളി കേട്ടിട്ട് ആളുകൾ നാണയത്തുട്ടുകൾ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ദൈവാലയത്തിനകത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഇവന് ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരു പത്രോസ് വരണമായിരുന്നു. ആ പത്രോസ് അവന് വേണ്ടി ചെയ്തത് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തിട്ട് അവനോട് എഴുന്നേൽക്കാൻ എന്ന് പറയുകയാണ്. അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ പുരോഹിതന്മാരെയും ലേവ്യരെയും പോലെ കണ്ടിട്ടും കാണാതെ പോകുന്നവരല്ല. എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി മാത്രമെന്നുള്ളതല്ല.
ദൈവം നമ്മെ അനുഭവങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന എന്തിനെന്നറിയാമോ? നമുക്ക് ചുറ്റും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, വേദന അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. അവർക്ക് കൂട്ടായ്മയുടെ വലം കൈ നൽകാൻ കഴിയുകയാണെങ്കിൽ, ചിലർക്ക് വലം കൈ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള ചിലരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അവരെ നമുക്ക് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവർ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനായി കഴിയും. അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. 2, ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന വേറൊരു കാര്യം, എൻ്റെ 14-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, മത്തായി 17:14 2-ാമത്തെ ഭാഗം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. ഈ മനുഷ്യൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഈ മുട്ടുകുത്തി എന്ന് പറയുന്നതിന് അവൻ യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്തു എന്നാണ് അർത്ഥം. അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയാണ്, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. അവൻ എന്തിനാ ദൈവാലയത്തിൽ വന്ന് കരഞ്ഞ? അവൻ ഈ യേശുവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞത് എന്തിനാ? അവൻ യേശുവിന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞത് തന്റെ മകന് വേണ്ടി. തന്റെ മകന്റെ പ്രശ്നം എന്താണ്? ചന്ദ്രരോഗത്താൽ ബാധിക്കപ്പെട്ടവനായിരിക്കുന്നു. പലപ്പോഴും തീയിലും വെള്ളത്തിലും അവൻ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചന്ദ്രരോഗമൊന്നുമല്ല, മറിച്ച് ഇതൊരു പൈശാചിക ബന്ധനമായിരുന്നു. ഇതൊരു ബന്ധനമായിരുന്നു. എന്താണ് ഈ പൈശാചിക ബന്ധനത്തിന്റെ പ്രത്യേകത? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞു. പൈശാചിക ബന്ധനത്തിന്റെ പ്രത്യേകത, പിശാച് മനുഷ്യനെ അവന്റെ ആത്മീയ വസ്ത്രം പറിച്ചുരഞ്ഞ് മുറിപ്പേൽപ്പിച്ച് അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോകുമെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. പൈശാചിക ബന്ധനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പിശാച് ഒരാളിനെ ബന്ധിച്ചു കഴിഞ്ഞാൽ അവനെ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവനെ ശാരീരികമായും മാനസികമായും ബന്ധനത്തിലാക്കി കളയും. പിന്നെ അവന് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. അവനെ നിയന്ത്രിക്കുന്നത് പാപത്തിന്റെ ശക്തിയായിരിക്കും. അവന് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുന്നത് പോലെ ആത്മീകമായി നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് പിടിക്കപ്പെടുമ്പോൾ അവനെ എല്ലാ മേഖലകളിലും ബന്ധിച്ചിട്ട് കളയും. പിന്നെ ഒരിക്കലും അവന് വിമോചനം വരാത്ത വിധത്തിൽ അവനെ തകർത്ത് കളയും. അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്ന ആളുകള് സമയമാകുമ്പോൾ, ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, മദ്യപിക്കുന്ന ആളുകൾ സമയമാകുമ്പോൾ സ്തോത്രം അവർക്ക് അപ്പോഴങ്ങ് പോയേ പറ്റും. അവരെ നിയന്ത്രിക്കുന്നത് ഈ മദ്യത്തിന്റെ ആത്മാവാണ്. അതുപോലെ തന്നെ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരെ നിയന്ത്രിക്കുന്നത് ദുരാത്മാവാണ്. കലക്കത്തിന്റെ ആത്മാവ്, മദ്യപാനത്തിന്റെ ആത്മാവ്, ആഭിചാരത്തിന്റെ അശുദ്ധിയുടെ ആത്മാവ്, ഇതിങ്ങനെ ആ ആളിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് പിശാച് ബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധനത്തിലാക്കുന്ന അനുഭവമാണ് ഈ ഒരു പൈശാചിക ബന്ധനം. പക്ഷെ ഞാൻ പറയാൻ വന്നൊരു കാര്യം നോക്കണം പ്രിയപ്പെട്ടവരെ. ഈ പിതാവ് നേരെ യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, എൻ്റെ മകനെ വിടുവിക്കണമേ, എൻ്റെ മകനെ സൗഖ്യമാക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് ഈ മകന് ചന്ദ്രരോഗമായി അവനെ വെള്ളത്തിലും തീയിലും കൊണ്ടിട്ട് നശിപ്പിക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ മക്കളെ മൊബൈലിന്റെ അഡിക്ഷൻ പറഞ്ഞ്, ഇന്റർനെറ്റിന്റെ അഡിക്ഷനായി, ഗെയിമുകളുടെ അഡിക്ഷനായി അവർ പലപ്പോഴും ബന്ധനത്തിലല്ലേ? അവര് പാപത്തിന്റെ ബന്ധനത്തിലല്ലേ? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് കർത്താവേ, എൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കാനുള്ള ഉത്തരവാദിത്വം. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ മകൻ ദൈവമേ വെള്ളത്തിലും തീയിലും വീണ് നശിച്ചു പോകാതിരിപ്പാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് കരയാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളെ എനിക്കും നിങ്ങൾക്കും ഉണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ഉത്തരവാദിത്വം മറന്നു പോണം. നമ്മൾ പറയും, മക്കളെ നീ പള്ളിയിൽ പോ. ഞാൻ ഇന്ന് പള്ളിയിൽ പോകുന്നില്ല, ഇന്നെനിക്ക് അസുഖം, ഇന്നെനിക്ക് അസൗകര്യം. ദൈവത്തിന്റെ കുഞ്ഞെ, നിന്റെ കുഞ്ഞിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറെ കരയേണ്ടിയിരിക്കുന്നു. ദൈവമേ കരുണയുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ അപ്പൻ നമുക്കൊരു മാതൃകയാണ്. ഒരു കുഞ്ഞിന് ഭാരം ഉണ്ടായപ്പോ, ഒരു വേദന ഉണ്ടായപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുകയാണ്. ഇതാണ് നമുക്ക് നൽകുന്ന മറ്റൊരു ആത്മീയ പാഠം. സഭയുടെ വിശ്വാസികളുടെ ദൗത്യം എന്താണ്? ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരയുക.